Assalamu alaikum warahmatullahi wabarakatuh. നമസ്കാരം, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരു റെസിപ്പി ഒന്നുമല്ല, ഒരു വ്ളോഗാണ്. ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ ഉമ്മയുടെ അടുക്കളത്തോട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൃഷിഭവനിൽ നിന്നും കിട്ടുന്ന വിത്തുകളും തൈകളുമാണ് ഇവിടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. 25 ഗ്രോ ബാഗ് വളവും മണ്ണോട് കൂടിയതും തൈയും കൂടെ 500 രൂപയായുള്ളൂ. ഈ തൈകളാണ് ഇപ്പോൾ വളർന്ന് നന്നായി കായ്ക്കുന്ന ചെടികളായി മാറിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കൃഷികളിൽ ഒന്നാണ് വാഴ. വീടിന് ചുറ്റും തന്നെ വാഴ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാടത്തും ഉണ്ട് വാഴ. നേന്ത്രക്കൊലയാണ് സാധാരണ കൃഷി ചെയ്യാറ്. അതിന്റെ ഇടയിലായിട്ട് ചെറുപഴങ്ങളും ഉണ്ടാകാറുണ്ട്. കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊലയുണ്ട്. ഈ പഴുത്ത വലിയ കൊല കുടുംബമാണ്. ആറ്റുനേന്ത്രം നല്ല ഹൈറ്റ് വരും. അതുപോലെ തന്നെ കായയും നല്ല വലുപ്പമുണ്ടായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈനാമ്പഴം, സീതപ്പഴം എന്നൊക്കെ പറയും. ചിലർ ഇതിന് ചക്കപ്പഴം എന്നും പറയുന്നുണ്ട്. എക്സാക്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ അകത്ത് നിറയെ കുരു ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ആണ് പഴുത്താൽ. ഞങ്ങളുടെ കോഴിക്കൂടാണിത്. എന്റെ നൊസ്റ്റാൾജിക് വ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നാടൻ കോഴികളെ വളർത്തുന്നുണ്ട്. നാടൻ കോഴികളെ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടിയാണ് വളർത്തുന്നത്. ചെടികൾക്ക് ഉപയോഗിക്കുന്ന വളത്തിൽ ഒന്ന് ഈ കോഴിക്കാഷ്ടമാണ്. ഇവിടുത്തെ കൃഷി ജൈവവളം കൊണ്ട് മാത്രമാണ്. വാഴ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കുറച്ച് പച്ചക്കറികളാണ്. നേരത്തെ ഞാൻ കാണിച്ച തൈകൾ ഇപ്പോൾ വളർന്നു വലുതായതാണിത്. ഇപ്പോൾ കാണുന്നത് തക്കാളിയും വഴുതനയാണ്. ഈ തക്കാളിയെല്ലാം പൂവിട്ടിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ദിവസം കുറഞ്ഞത് ഒരു നേരെങ്കിലും നനച്ചു കൊടുക്കും. 2 നേരം കഴിയെങ്കിൽ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാടൊന്നും നനച്ചു കൊടുക്കാറില്ല. അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗം തന്നെ ഇല്ല. ഇത് ഞങ്ങളുടെ കറിവേപ്പിലയുടെ തൈയാണ്. കറിവേപ്പിലയുടെ ഗുണങ്ങളെ പറ്റിയുള്ള നല്ലൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വയലറ്റ് കളർ വഴുതനയാണ്. ഞങ്ങളുടെ തുളസിയാണിത്. ഇത് പനിക്കൂർക്കയാണ്. ഇതെന്താന്ന് എല്ലാവർക്കും അറിയാം. വീടിന്റെ അടുത്ത് തന്നെ സ്കൂളുണ്ട്. സ്കൂളിലെ പ്രെയർ ടൈമാണ്. ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടാണ് ഇപ്പൊ ഇവിടെ. എന്നാലും മരങ്ങളെല്ലാം കുറെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ ഏരിയ. സൂര്യപ്രകാശമൊന്നും അധികം മണ്ണിലോട്ട് വരില്ല. ചുരക്കയുടെ ചെടിയാണിത്. 2-3 ചുരക്ക ഉണ്ടായിട്ടുണ്ട്. കുമ്പളത്തിന്റെയും മത്തന്റെയും ചുരക്കയുടെയും എല്ലാ ഇലകളും ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ചെടിയിൽ കായ ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്ക് ഇല ഉപയോഗിക്കാം. പോഷകങ്ങൾ ഒരുപാട് അടങ്ങിയതാണ് ഇലക്കറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണിത്. മുറിച്ചിട്ട വാഴയുടെ കുട്ടികളാണിത്. ഇനി ഇതിനെല്ലാം പറിച്ച് വേറെ നടും. ഇതിന്റെ ഇടയിൽ കൂവയുണ്ട്, ആരോ റൂട്ട്. ഇത് പച്ച വഴുതനയാണ്. വയലറ്റ് വഴുതന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് പച്ച വഴുതനയും. പഴുത്തു വരുന്ന തക്കാളിയാണിത്. ഇവിടുത്തെ തക്കാളി കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ പച്ചക്കറികളെല്ലാം നമുക്ക് പച്ചയോടെ തന്നെ പറിച്ചു കഴിക്കാം. കാരണം രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി. കഴുകുക പോലും വേണമെന്നില്ല. അത്രയും നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇത് കൊക്കോയാണ്. ഇവിടെ കുറെ കൊക്കോ ചെടികളുണ്ട്. പഴുത്ത അങ്ങനെ പറിച്ചു കഴിക്കുന്നല്ലാണ്ട് ഇതുവരെ ഞങ്ങൾ പ്രോസസ് ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ചേമ്പാണിത്, പാൽച്ചേമ്പാണിത്. പാൽച്ചേമ്പിന്റെ തണ്ട് ഉപയോഗിച്ചുള്ള കറികൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ തോരനിലെല്ലാം നമുക്ക് പാൽച്ചേമ്പ് മിക്സ് ചെയ്യാം. ഇത് കുമ്പളത്തിന്റെയും പടവലത്തിന്റെയും എല്ലാം പൂക്കളാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു പച്ച വഴുതന. വേറൊരു ചെടിയിൽ ഉണ്ടായിട്ടുള്ള വഴുതനയാണിത്. വഴുതനയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരുപാട് കെയർ ചെയ്യൊന്നും വേണ്ട. നന്നായിട്ടുണ്ടാകും. കുറച്ച് വളം ഇട്ട് കൊടുക്കണം. ദിവസം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. നന്നായി ഉണ്ടാകും വഴുതന. വഴുതന കുറെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് മടുക്കും. വഴുതന ഫിഷ് ഫ്രൈ പോലെ വഴുതന ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കത് മടുക്കില്ല. തക്കാളിയാണ് നന്നായി കായ്ച്ചു വന്നിട്ടുണ്ട്. ഈ തക്കാളി കായ്ക്കുകയാണെങ്കിൽ 2-3 മാസത്തേക്ക് പിന്നെ തക്കാളി വാങ്ങിക്കാറേ ഇല്ല. തക്കാളി ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അടുത്ത ബഞ്ച് റെഡി ആവുന്നതിന് വേണ്ടി കുറച്ച് വാങ്ങിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇത് മുട്ട വഴുതനയാണ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെയുള്ള വയലറ്റ് വഴുതനയാണിത്. വഴുതനയുടെ പല വെറൈറ്റികളുണ്ട് ഇവിടെ.
ഇതിന്റെ ഇടയിലൂടെ ഒരു കയ്പം വേപ്പിന്റെ ചെടിയും വളർന്നു വരുന്നുണ്ട്. പാവയ്ക്കാണിത്. പാവയ്ക്ക ഉണ്ടായി വരുന്നേ ഉള്ളൂ. പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പാവയ്ക്കകളും കാണാം. മത്തന്റെ വള്ളിയാണ്. ഇലക്കറികളിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മത്തന്റെ ഇലയാണ്. മത്തന്റെ ഇല കുരുമുളക് എല്ലാം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. വാഴ മാറ്റി നട്ടതാണ്. മത്തനും കുമ്പളം എല്ലാം നന്നായി പൂവിട്ടിട്ടുണ്ട്. 2-3 കുമ്പളം ഉണ്ടായിട്ടുണ്ട്. വലുതായിട്ടില്ല, ചെറുതാണ്. ഇളവൻ എന്ന് പറയാം. ചെറിയൊരു പപ്പായയുടെ മരമുണ്ട്. പക്ഷെ ഇതിൽ പപ്പായ ഒന്നും കാര്യമായിട്ടില്ല. കുറച്ച് തണലുള്ള സ്ഥലത്തായതുകൊണ്ടാണ് അധികം പപ്പായ ഇല്ലാത്തത്. ഈ പച്ചക്കറി തോട്ടത്തില് ചെറിയൊരു ഭാഗത്ത് നിന്ന് വിളവെടുത്തതാണിത്. പീച്ചങ്ങയാണിത്. പീച്ചങ്ങയുടെ 2 തയ്യ് നന്നായി വന്നിട്ടുള്ളൂ. നേരത്തെ ഒരു മത്തന്റെ ചെടി കാണിച്ചിരുന്നു. ഇത് വേറെ ചെടിയാണ്. ഇതിൽ പൂവ് ഇട്ടിട്ടുണ്ട്. മുരിങ്ങ മരത്തിൽ നിന്ന് ചെറിയൊരു കൊമ്പ് അമച്ചു വരുന്നുണ്ട്. സപ്പോട്ട, കൊക്കോ ഇവയെല്ലാണിത്. ഏതൊരു കേരളീയന്റെയും വീട്ടുമുറ്റത്തുള്ളതാണ് തെങ്ങ്. 10-15 തെങ്ങുണ്ട് വീടിന് ചുറ്റുമായിട്ട്. ഇപ്പൊ തെങ്ങ് കയറാൻ വേണ്ടിയുള്ള പുതിയ മെഷീൻ എല്ലാം ഉണ്ട്. മെഷീൻ ഉപയോഗിച്ചാണ് തേങ്ങ ഇടുകയെല്ലാം ചെയ്യുന്നത്. പണ്ടത്തേത് പോലെയൊന്നും അത്ര തേങ്ങയൊന്നുമില്ല ഇപ്പോ. ചുരക്ക അല്ലെങ്കിൽ ചെരങ്ങ, അതിന്റെ ചെടിയാണിത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതിൽ നിന്ന് ചെറിയ കായകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഗ്രില്ലിന്റെ മുകളിലോട്ടാണ് ഇതിനെ വളർത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഇവിടെ അധികം ഉണ്ടായിട്ടുള്ളത് തക്കാളിയും വഴുതനയും തന്നെയാണ്. നല്ല ഭംഗിയില്ലേ ഈ തക്കാളി നിൽക്കുന്നത് കാണാൻ? 2 കൊമ്പിലായിട്ട് 5 തക്കാളി അടുത്ത് നിൽക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല അട്രാക്ഷൻ ഉണ്ട്. ഇത് വെള്ളരിക്കയുടെ ചെടിയാണ്. ചെറിയൊരു വെള്ളരി ഉണ്ടായി വരുന്നുണ്ട്. പച്ചമുളകിന്റെ ചെടിയുണ്ട്. വീട്ടിലോട്ടുള്ള അത്യാവശ്യത്തിനുള്ള പച്ചമുളകും കിട്ടും. ഇത് ചീരയാണ്, സാമ്പാർ ചീര. ഞാൻ നേരത്തെ ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്തിരുന്നു. മണലിൽ മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയറിന്റെയും വൻപയറിന്റെയും എല്ലാം ചെടികളുടെ ബ്ലോഗായിരുന്നു. അങ്ങനെ മുളപ്പിച്ചെടുത്ത ചെടിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പയറാണിത്. 2-3 ചെറിയ പപ്പായയുടെ തൈയുണ്ട് ഇവിടെ. ഇഞ്ചിയാണിത്. ചാക്കിലാണ് ഇഞ്ചി നട്ടിട്ടുള്ളത്. വേറൊരു പീച്ചങ്ങയുടെ ചെടിയാണ്. ചെറിയ പീച്ചങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇത് കുറെ കാലം മണ്ണിൽ കിടന്ന തേങ്ങയാണ്. തേങ്ങയുടെ പുറത്ത് ചകിരി എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തെ തേങ്ങയും നശിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ഈ ചിരട്ടയെ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് പണ്ട് കാലത്ത് കടുകും ഉലുവയെല്ലാം ഇട്ട് വെച്ചിരുന്നത്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, എന്നാലും നല്ലൊരു കണ്ടെയ്നറായി നമുക്കിതിനെ മാറ്റാം. പച്ച വഴുതന ഉണ്ടായിട്ടുള്ള വേറൊരു ചെടിയാണിത്. ഇപ്പൊ ചക്കയുടെ സീസണുമാണ്. ചക്ക ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറെ വഴുതനകൾ കാണിച്ചിരുന്നു. ഇതൊരു ഹൈബ്രിഡ് വഴുതനയാണ്. ഈ വഴുതന ഉപയോഗിച്ചാണ് ഞങ്ങൾ ഫ്രൈ ഉണ്ടാക്കാറ്, വഴുതന ഫ്രൈ ഉണ്ടാക്കാറ്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വഴുതന ഫ്രൈ നല്ല ടേസ്റ്റ് ആണ്. ഇതൊരു 2-3 വർഷം വരെ ഈ ചെടി നിൽക്കും. ഇത് 3 വർഷം പ്രായമായിട്ടുള്ള ചെടിയാണ്. കോളിഫ്ലവറിന്റെ ചെടികളാണിത്. ഇത് പടവലാണ്. 2 പടവൽ ഉണ്ടായിട്ടുണ്ട്.
കുറെ പൂവിട്ടിട്ടുണ്ട്. ഒരു വെള്ളരിയാണിത്. പച്ചമുളക് മുളപ്പിച്ചെടുത്തതാണ്. മുളച്ചു വന്നിട്ടേ ഉള്ളൂ. 10 സെന്റിമീറ്റർ ആയതിനു ശേഷമാണ് ഇതിനെ മാറ്റി നടുന്നത്. മാവ് പൂത്തിട്ടുണ്ട്. ചെറിയ ചെറിയ മാങ്ങയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളരിയും കുമ്പളങ്ങയും വഴുതനയും മുട്ട വഴുതനയും തക്കാളി എല്ലാം വീണ്ടും വിളവെടുത്തിട്ടുണ്ട്. വഴുതനയുടെ ഇലയിൽ ഉണ്ടാകുന്ന ഒരു തരം പുഴുവാണിത്. ഈ പുഴു ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ വഴുതന ഉണ്ടാവില്ല. അപ്പോൾ ദിവസവും നോക്കണം ഈ പുഴു ഉണ്ടോന്ന്. അതുണ്ടെങ്കിൽ അവയെടുത്ത് നശിപ്പിക്കണം. ചെറിയൊരു കുക്കുംബറാണിത്. അതിന്റെ അടുത്ത് തന്നെ നിറയെ പൂവിട്ടിട്ടുണ്ട്. ഈ അടുക്കളത്തോട്ടത്തിലെ സ്റ്റാറാണ് പുളിയെറുമ്പ്, അതായത് നീർ. ഇവയാണ് ഇവിടുത്തെ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇവ ഞങ്ങൾ കൃഷിക്ക് സഹായിക്കുന്നത് കർഷകശ്രീ, കേരള കർഷക അങ്ങനെയുള്ള മാസികകളാണ്. ഒരുപാട് നല്ല നല്ല ഇൻഫോർമേഷൻസ് കിട്ടും ഇതിൽ നിന്ന്. ചേരുംപഴം, ഇരുളംപഴം അങ്ങനെയൊക്കെ പറയുന്ന ഒരു പഴമാണിത്. ചെറുതാണ്. നമ്മൾ ചെറിയുടെ അത്രയൊക്കെ വലുപ്പം ഉണ്ടാവുള്ളൂ. പച്ചയോടെയും പകുതി പഴുത്തതും പുളിയായിരിക്കും ഇത്. എന്നാൽ പഴുത്ത പഴം നല്ല മധുരമാണ്. ചെറിയ ചെറിയ സീഡ്സ് ഉണ്ടാവും ഇതിന്റെ അകത്ത്. ഇതിന്റെ ഒരു മരം ഉണ്ട് ഇവിടെ, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഹൈറ്റിലാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പാടത്തുകൂടെ ഒന്ന് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഒന്നാണ് ഈ പച്ചക്കറി തോട്ടത്തിലൂടെ നടക്കുന്നതും അതുപോലെ തന്നെ പാടത്തെല്ലാം പോകുന്നതും. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് എയർ എല്ലാം ശ്വസിക്കാം. ആകെ ഒരു ചേഞ്ച് ആയിരിക്കും. പാടത്ത് വാഴയാണുള്ളത്. അതിന്റെ കൂടെ തന്നെ കവുങ്ങും ഉണ്ട്. തെങ്ങും കൊക്കോയുമാണ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ചീര, പയറ് അങ്ങനെയുള്ള ഇടവിള കൃഷികളും ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് റെസ്റ്റ് ചെയ്യാനാണ്. കുറച്ച് ഹൈറ്റിലാണിത്. ഒരു ഏറുമാടം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. രാത്രി പന്നികൾ വരുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. ഒരു ചെണ്ട പോലെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. വാഴയാണ്, കൊലച്ചു വന്നിട്ടില്ല. വാഴ കൊലച്ചു വരുന്നേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയില്ലേ? പാടത്തും കൊക്കോ ചെടികളുണ്ട്. ഞങ്ങളുടെ കുളാണിത്. എന്റെ നൊസ്റ്റാൾജിക് വ്ലോഗിൽ കാണിച്ചിരുന്നു ഇതെല്ലാം. കുഴിയാനയുടെ വീടും ഞണ്ടിന്റെ കുഴിയും എല്ലാമാണ്. കാണുമ്പോ തന്നെ ഒരു സന്തോഷം തോന്നും നമുക്ക്. ഇവിടുത്തെ കനാലിൽ വെള്ളം വന്നിട്ടുണ്ട്. കനാലിൽ വെള്ളം വന്നാൽ കുളം എല്ലാം നിറഞ്ഞു തുടങ്ങും. കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം തുറന്നു വരുന്നതാണ്. കുളം എല്ലാം നിറയുന്നത് പോലെ തന്നെ അടുത്തുള്ള വീട്ടിലെ കിണറെല്ലാം നിറയും. ഇവിടുത്തെ കൃഷിക്ക് വേണ്ടി കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. നല്ല ഗ്രീനിഷ് ആണ് ഇവിടെ. ഇതിന്റെ ഇടയിൽ നിറയെ ചീരയുണ്ട്. ചീര നടുന്നതൊന്നുമല്ല, അങ്ങനെ മുളച്ചു വരുന്നതാണ്. ഇതങ്ങനെ കടയിൽ കൊടുക്കൊന്നുമില്ല. ആർക്കും വേണമെങ്കിലും പറിച്ചു കൊണ്ടുപോകാം.
ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പയറ്, അതുപോലെ തന്നെ ചേമ്പ് ഇവയെല്ലാം ഉണ്ട്. 2-3 മയിലുകൾ പോകുന്നുണ്ട്. കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് തെങ്ങിനെല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തെങ്ങിന് ഇൻഷുറൻസും ഉണ്ട്. ഞാനും ഉമ്മയും കൂടെ പറിച്ചെടുത്തിട്ടുള്ള ചീരയാണിത്. ഇന്ന് എന്തായാലും ലഞ്ചിന് ചീര തോരൻ. എണ്ണ ഉള്ളിൽ വെച്ചിട്ട് തുള്ളി വെള്ളം പാരാതെ ഇത്ര വലിയ സ്ഥാനമല്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഇവർക്കല്ലേ അതിനെ പറ്റി അറിയുള്ളൂ. നമ്മളീ കുറച്ച് പച്ചവെള്ളം പാലിട്ട് 6 കൂട്ടും മുരിക്കത്തെ ആള് വരുമ്പോൾ അങ്ങനെയല്ലോ ചെയ്യാൻ പറഞ്ഞു. അധികം വേവിക്കാൻ പറ്റൂല. വേവിക്കാതിരുന്ന ഏറ്റവും നല്ല സാധനം. ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. കമ്മ്യൂണിസ്റ്റ് പച്ചയാണിത്. മുറിവെല്ലാം ഉണ്ടാകുമ്പോൾ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പിഴിഞ്ഞു ഒഴിക്കുമായിരുന്നു. ആടലോടകമാണ്. ഇവിടുത്തെ ചില വീടുകളുടെ മതിലുകളെല്ലാം ഈ ആടലോടകവും ചെമ്പരത്തിയും എല്ലാം. ഈ കൃഷികളുടെ കൂടെ തന്നെ ഇവിടുത്തെ പ്രധാന കൃഷികളിൽ ഒന്നാണ് റബ്ബറും. റബ്ബർ ഷീറ്റാക്കിയതിനു ശേഷമാണ് വിൽക്കാറ്. ചിലരെല്ലാം പാലും വിൽക്കാറുണ്ട്. ഇതെല്ലാവർക്കും പരിചയമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിന് ചീര തോരനാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ചീരത്തോരൻ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും വ്ളോഗും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.